ഒരു കാര്യം ഞാൻ ഒന്ന് തുടരുക. ഡിജോ കാപ്പൻ നമുക്കൊപ്പമുണ്ട്. കാരണം ഉപഭോക്തൃ അവകാശങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതാണ് ഡിജോ കാപ്പൻ്റെ പൊതുനിലപാട്. ശ്രീ ഡിജോ കാപ്പൻ, നമ്മൾ ഈ തിരുവമ്പാടി സംഭവം നമ്മൾ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ KSEBയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ പൊതുവിൽ നടക്കാറുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗം കൂടി ഇക്കാര്യത്തിൽ ഇല്ലേ എന്ന ചോദ്യമാണ്. കാരണം ഓഫീസിലെത്തി ഇത്തരം അതിക്രമം നമ്മുടെ പൊതുസേവകർക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ടാവാം, ഉദ്യോഗ സ്ഥലത്ത് വീഴ്ചകൾ ഉണ്ടാവാം, ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വീഴ്ചകൾക്കുണ്ടാകാം, അത് വസ്തുതയാണ്. പക്ഷേ അതിനുമപ്പുറം കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ 30-ലധികം തവണ KSEB ഓഫീസുകൾക്ക് നേരെ അതിക്രമമോ ജീവനക്കാർക്ക് നേരെയുള്ള കയ്യേറ്റവും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ വൈകാരിക പ്രകടനങ്ങൾ അതേപടി ഉണ്ടാവേണ്ട ഇടമാണോ? പലപ്പോഴും ഇങ്ങനെ നടത്തുന്ന ഗുണ്ടകളെന്ന് നമ്മൾ വിളിക്കേണ്ടി വരുന്ന ഈ അക്രമം നടത്തുന്നവർ വളരെ പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങുകയും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്ന പതിവാണ്. അപ്പോൾ ഈ പൊതുസേവകരെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നവർക്കെതിരായ നിയമ നടപടികൾ കൂടുതൽ കാർക്കശ്യമുള്ളതാവേണ്ടതില്ലേ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ കാണുന്നത്? അല്ല, തിരുവാമ്പാടി സംഭവത്തില് ഈ പറഞ്ഞതുപോലെ ആശാരിയുടെ പണിയിലും തടിയുടെ വളവിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ തിരുവാമ്പാടി ഇഷ്യൂവില് അവിടെ ചെന്ന് ആ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിനെ ഒരു ഉപഭോക്താവും ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിനുണ്ടായ സാഹചര്യം എന്താണ് എന്നും കൂടി ഈ സമയത്ത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതായത് പബ്ലിക് സെർവന്റ് എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങാണേലും ഞാനാണേലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇതര പാനലിസ്റ്റുകളാണെങ്കിലും അവര് ഇപ്പോൾ സർവീസിലുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം അവരോടൊന്ന് ചോദിച്ചു നോക്കണം. അവർക്ക് അപ്പോഴാണ് അറിയുന്നത് എന്താണ് സർക്കാർ ഓഫീസുകളിലെ സേവനം. പല ഉദ്യോഗസ്ഥന്മാരും എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇത് പറയുമ്പോൾ ഞാൻ ദോഷം കൊണ്ടിട്ടുണ്ട്. പക്ഷെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഓഫീസിൽ ചെല്ലുമ്പം ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു കസേര പോലും തരികയില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അവിടെ ജോലിയിലിരിക്കുന്ന ആളുകൾ വിദ്യാസമ്പന്നരായിരിക്കും. സ്വാഭാവികമായിട്ട് ചെല്ലുന്ന ഉപഭോക്താവ് അത്രയും വിദ്യാസമ്പന്നോ സംസ്കാരമുള്ളവനോ ആയിരിക്കില്ല. അവന്റെ ടെമ്പർ ചിലപ്പം കൂടിയെന്ന് വരും. അവന്റെ പിതാവ് രോഗിയായി കിടക്കുന്നു. അവന്റെ ഫ്രിഡ്ജ് കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്നുകൾ ചിലപ്പോൾ കേടാകും. ഈ അവസരത്തിൽ അയാൾ പണമടച്ചിട്ടും ആ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു കൊടുക്കുന്നതിന് നിബന്ധനകൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവരെ ഉപദ്രവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയല. അതിനുള്ള സാഹചര്യം വിദ്യാസമ്പന്നരായ ആളുകൾ, ട്രേഡ് യൂണിയൻ സംസ്കാരമുള്ളവര്, ട്രെയിനിങ് കിട്ടിയവര് ഒക്കെ കുറെയൊക്കെ കൂടെയൊക്കെ മാന്യമായി പെരുമാറിയാൽ ഈ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നിയമനിർമ്മാണം അല്ല, സത്യത്തിൽ ഇതിനകത്ത് നിയമനിർമ്മാണത്തെക്കാൾ കൂടുതൽ ജീവനക്കാരോടുള്ള പെരുമാറ്റം. ഈ മുഖ്യമന്ത്രി വന്നപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നിങ്ങളുടെ മുന്നേ വരുന്നതെല്ലാം ഓരോ ജീവനുള്ള ഫയലുകളാണെന്നാ പറഞ്ഞു. ഓരോ ജീവിതം, ഓരോ ഫയലും. പക്ഷെ എന്നിട്ടും ഫയലുകൾ മുഴുവൻ കുന്നുകൂടുകയല്ലേ. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ പബ്ലിക് സെർവന്റ് എന്നാണ് ഈ ജീവനക്കാരെ പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്തൊരു 80-85% ആളുകളും നല്ല പബ്ലിക് സെർവന്റ് ആയിട്ട് തന്നെ പെരുമാറുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഈ 10-15% ആളുകളാണ് സമൂഹത്തിൽ ഇവർക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നതോ അസഭ്യവർഷം നടത്തുന്നതിനോ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. പക്ഷെ അതിനുള്ള സാഹചര്യം അവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നത് നന്നായി. ഡിജോ കാപ്പൻ, അത് ശരിയാണ്. താങ്കൾ പറയുന്ന മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്ന നമ്മൾ പൊതുജനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിനുമപ്പുറം ഈ KSEB പോലെ ഈ 24 അവേഴ്സും ഒരേ രീതിയിൽ പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രതികൂലമാണ്. അങ്ങനെ പല സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ചിലരെങ്കിലും വൈകാരികമായി കായികമായി ജീവനക്കാരെ നേരിടുക എന്നൊരു ശൈലി സ്വീകരിക്കുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ നമ്മുടെ അനുഭവമുള്ളത്. അപ്പം അവിടെയാണ് ഉണ്ടാവേണ്ടത് ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉപഭോക്തൃ നിയമവും അവരുടെ അവകാശവുമാണ് ഏറ്റവും പ്രാധാന്യം. അതിനുമപ്പുറം പക്ഷേ അതിനുവേണ്ടി ജീവനക്കാർ അങ്ങനെ ബലിയാടാകേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതിപ്പോ ഞാൻ പറയാം, ഒരു കേസ് ജയിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവിടെ സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കാം. ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പം നമുക്ക് കിട്ടിയ നിങ്ങളുടെയൊക്കെ വിഷ്വലുകളിൽ കണ്ട ആ കസേരകളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് അത്രയും ഒന്നും സംഭവം അവിടെ ഉണ്ടായില്ല എന്നുള്ള പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വൈകാരികത ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നു, അവിടെ ചെന്ന് അദ്ദേഹം ഈ അസഭ്യവർഷം പറഞ്ഞതുകൊണ്ട് നടക്കില്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ചെയ്തു തരേണ്ടവനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ചുകൂടെ അതിന് നിയമവും ചട്ടവും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം ഏത് കാര്യത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് അത് പറയാനുള്ള
സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഉപഭോക്താക്കൾക്കുള്ള അവകാശം പോലെ തന്നെ ഇവർക്ക് സേവനാവകാശ നിയമവും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇപ്പം അവിടെ തന്നെ ഇവരിങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന വിഷ്വൽ എല്ലാ ഓഫീസുകളിലും ഈ ക്യാമറ ഉണ്ട്. ഏതെങ്കിലും ഒരു വിഷ്വൽ ഇവർ പുറത്തു വിട്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊരു എതിർ പ്രചരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈദ്യുതി വിച്ഛേദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോ തന്നെ പൊതുസമൂഹം ഇവർക്കെതിരായി പോയി. അതുവരെയും ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് വാദത്തിന് ഇവരോട് കാണിച്ചത് ശരിയായി പോയി എന്നുള്ളതിനായിരുന്നു പൊതുസമൂഹത്തിൽ ഒരു മുൻതൂക്കം കിട്ടിയിരുന്നത്. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇത് നിയമം കൊണ്ടല്ല, ഇത് പെരുമാറ്റം കൊണ്ട് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് പെരുമാറ്റം കൊണ്ട് ആണ് ഉണ്ടാകേണ്ടത്. മാത്രവുമല്ല ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന വൈദ്യുതി ജീവനക്കാര് കേരള ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന ആളുകൾ ഞങ്ങളാണ്, കേരളത്തിലെ ആളുകളാണ്. അത് വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതെ. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ജീവനക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ അവകാശങ്ങൾ മേടിച്ചെടുത്തത് കൊണ്ട് ഉണ്ടായ അധിക ചാർജ് കൊടുക്കുക, എന്നിട്ടും സേവനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിയുമ്പം ഇപ്പൊ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാൽ മതി. പക്ഷേ പലർക്കും ടിപ്പ് കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? അവന്റെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്റെ ഒരു സന്തോഷം, മറ്റേത് മുതലാളിക്കാണല്ലോ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ടിപ്പ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞതുപോലെ ജീവനക്കാർ നന്നായി പെരുമാറിയാൽ തിരിച്ചും ഉപഭോക്താക്കളുടെ അടുത്ത് നിന്ന് നല്ല പ്രതികരണം ഉണ്ടാകും. അല്ലേ? ഇപ്പം ഈ പഠിപ്പിക്കുന്ന അധ്യാപകരെ സാറേന്ന് വിളിച്ചാൽ മതി. പക്ഷെ പലയിടത്തും ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ലൈൻമാൻ ഉൾപ്പെടെ ഉള്ളവരെ സാറേന്ന് വിളിക്കും. അതെന്തുകൊണ്ടാ? അതൊരു സ്നേഹമാണ്. പേര് വിളിക്കുമ്പോൾ ഒരു ബഹുമാനക്കുറവ് ഉണ്ടാകും എന്നൊരു തോന്നൽ കൊണ്ടാ. അപ്പം അഭിമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കേരളത്തിലെ ഉപഭോക്താക്കൾക്കറിയാം. പക്ഷെ അവരോട് തിരിച്ചത് കാണിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഒരുപോലെ ടെമ്പർ കുറഞ്ഞ ആളുകളായിരിക്കല, ചിലപ്പം പരിധി വിട്ടു പോകും. അങ്ങനെ പരിധി വിട്ടു പോകരുതെന്നാണ് എനിക്ക് ഉപഭോക്താക്കളോട് പറയാനുള്ളത്. ശരി, നന്ദി ഡിജോ കാപ്പൻ. സിബിക്കുട്ടി ഫ്രാൻസിസ്.